Hey peeps, welcome back to Web Series powered by Nilgiri College of Arts and Science. Yes, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പ്രോമിസ് ചെയ്തപോലെ നീലഗിരി കോളേജിലാണ് ഞാനുള്ളത്. കോളേജിൻ്റെ എൻട്രൻസ് ഗേറ്റിലുള്ളത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ യാസറുണ്ട്, ബാസിലുണ്ട്, ഷാൻബറുണ്ട്, പെപ്പിൻ്റെ ക്രിയേറ്റീവ് ടീമിൽ എല്ലാവരും ഉണ്ട്. സോ ഇന്ന് നീലഗിരി കോളേജിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. നീലഗിരി കോളേജ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടാണെന്ന് വെച്ചാൽ വയനാട്, തമിഴ്നാട് ഏകദേശം എക്സാക്റ്റ് ബോർഡറിലായിട്ടാണ് ഉള്ളത്. സോ നമുക്ക് ക്യാമ്പസിൻ്റെ വിശേഷങ്ങളാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെബ് സീരീസ്. നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഒരു സെൽഫ് ഫിനാൻസിങ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന സ്വാഭാവികമായ ഒരു സ്ട്രക്ചറിലുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു സ്ഥാപനമാണ്. പക്ഷെ നമ്മളുടെ അതിൻ്റെ ഡ്രീമും അതിൻ്റെ ഒരു ഇൻറ്റൻഷനും അത് നോട്ട് മിയർലി എ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതിനപ്പുറത്തേക്ക് ഇവിടെ വരുന്ന ലേണേഴ്സിന് അവരുടെ ലൈഫിലും അവരുടെ കരിയറിലും ഒരു ഹോളിസ്റ്റിക് ആയ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്നുള്ള രീതിയിലാണ് we position our campus and comparing to any other colleges. അതിനനുസരിച്ചിട്ടാണ് കോഴ്സുകളാണെങ്കിലും ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ആണെങ്കിലും ഇവിടെ നടക്കുന്ന മറ്റ് അഡീഷണൽ സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ കാലത്തിൻ്റെ ഒരു വെല്ലുവിളികളെ ഫേസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ we should equip them and this HEI should be instrumental in their overall personal growth. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഫിലോസഫി ഉണ്ട്. ഈ പിന്നെ നമ്മളുടെ ലേണിംഗ് കൾച്ചറിനെയും അതിൻ്റെ ഒരു ഫിലോസഫിയും ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 4 പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ്. ഒന്ന് ലേണിംഗ് എന്ന് പറയും, ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ഗ്രോയിങ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ആക്ച്വലി മച്ചുറിങ്, ആൻഡ് ദെൻ ഫൈനലി ദ കോൺട്രിബ്യൂട്ടിങ്. വി കോൾ ഇറ്റ് ആസ് LGMC ഫിലോസഫി. സോ ഇത് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും കാണാം. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു ക്രക്സ്. ഇവിടെ കുട്ടികൾ വരുന്നു, പരീക്ഷ എഴുതുന്നു, അവർ ഡിഗ്രി വാങ്ങുന്നു, പോകുന്നു, ചിലർക്ക് റാങ്ക് കിട്ടുന്നു, ചിലർ നല്ല മാർക്ക് വാങ്ങുന്നു. സോ ഇറ്റ് ഹാപ്പൻസ് വിച്ച് ഇസ് ദെയർ എവരിവെൻ. ബട്ട് അത് വളരെ ഇൻറ്റഗ്രൽ ആയ ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ കാണുന്നു. അത് നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഡ്രീം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പാസ് പെർസെൻറ്റേജ് നമുക്കുണ്ട്. നമുക്ക് 100% ആണ് ഓൾമോസ്റ്റ് ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ മെനി ഇയേഴ്സ്. 97 ആണ് വിച്ച് ഈസ് ദ ലീസ്റ്റ് പാസ് പെർസെൻറ്റേജ് ഇൻ ദി ഗ്രാജുവേഷൻ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലേണിങ്ങിൽ നമ്മൾ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് അക്കാഡമിക്കലി ആ മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രോയിങ് ആണ്. ഈ ഗ്രോയിങ്ങിലാണ് ഇത്തരത്തിലുള്ള കുറേയധികം ഇനീഷ്യേറ്റീവ്സ് ക്യാമ്പസിൽ ലഭ്യമാകുന്നത്. അതിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഹാപ്പിനെസ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നീലഗിരി കോളേജ് ആയിരിക്കും. അതൊരു വെറുതെ ഒരു ഇനീഷ്യേറ്റീവ് അല്ല, ബിക്കോസ് അതൊരു ഹോളിസ്റ്റിക് ആയ ഒരു ഇൻ്റർവെൻഷനാണ്. കുട്ടികളിൽ, അധ്യാപകരിൽ, രക്ഷിതാക്കളിൽ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ, നൈബർഹുഡിലുള്ള ആളുകളുടെ ഇടയിൽ. അപ്പോൾ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററായിട്ട് എത്രത്തോളം നമുക്ക് നമ്മുടെ പരിമിതിയിൽ ഇരുന്ന് കൊണ്ടുവരാൻ പറ്റും, അതിനുള്ള ഒരു വളരെ വ്യാപകമായ ഇനീഷ്യേറ്റീവ്സ് നടത്തുന്ന ഒരു വെഞ്ചറാണ് ഹാപ്പിനെസ് സെൻറ്റർ എന്ന് പറയുന്നത്. വി ഹാവ് ഗോട്ട് ഹാപ്പിനെസ് സെൻറ്റർ, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹാപ്പിനെസ് ഗാർഡൻ, we do even have Hapitel concept, and wherever you go in the campus ഈ പറയുന്ന ഒരു ഹാപ്പിനെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിഷൻ കാണാൻ പറ്റും. ഇറ്റ് ഈസ് അവർ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രാക്ടീസ് ആസ് വെൽ. രണ്ടാമത്തെ ഒരു സംഗതി വെച്ചാൽ സ്കിൽ ബാങ്ക്. ഒരുപക്ഷെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ബാങ്ക് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതും ഇവിടെ തന്നെ ആയിരിക്കും. സ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു 10 അധികം സ്കില്ലുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ അതിലേതെങ്കിലും കുട്ടിയുടെ ലെവൽ ഐഡന്റിഫൈ ചെയ്ത് കുട്ടി അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞ് അവർക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് 3 വർഷം കഴിയുമ്പോഴേക്ക് ഒരു 3-4 സ്കില്ലിൽ മിനിമം കപ്പാസിറ്റി ഉള്ള രീതിയിൽ എക്സ്പോഷർ ഉണ്ടാക്കി പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സെക്കൻഡ് ഇനീഷ്യേറ്റീവ്. അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയിൽ നടത്തുന്ന ഒരുപിടി ഇനീഷ്യേറ്റീവ്സ്, ആൻഡ് വി ഡു ഹാവ് മെനി ആഡ് ഓൺ പ്രോഗ്രാംസ് ഇൻ സച്ച് എ വേ. റോബോട്ടിക്സും ഫ്യൂച്ചർ സ്കിൽസ് ആയിട്ടുള്ള AI ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമുക്കൊരു പക്ഷേ റോബോട്ട് അടക്കം ക്യാമ്പസിൽ ലൈവായിട്ടുള്ള, അപ്പോൾ ഇപ്പോഴൊന്നും അല്ല, 4-5 വർഷം മുമ്പേ വിച്ച് ഈസ് വെരി ആക്റ്റീവ് ഇൻ ദി ക്യാമ്പസ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഫ്യൂച്ചർ സ്കിൽസ് റിലേറ്റഡ് ഇനീഷ്യേറ്റീവ്സ്, ഇതൊക്കെ നമ്മുടെ ഒരു ഗ്രോയിങ്ങിൻ്റെ പാർട്ടായിട്ട് നടത്തുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്സ്, അതിൽപ്പെട്ടതാണ് നമ്മുടെ അഗ്രികൾച്ചർ. ഗ്രീൻ പോസിറ്റീവ് എന്ന രീതിയിൽ കുട്ടികളും അധ്യാപകരും ഫ്രം സെക്യൂരിറ്റി ടു പ്രിൻസിപ്പൽ ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻവോൾവിംഗ് ഇൻ ദി അഗ്രികൾച്ചറൽ ഇനിഷ്യേറ്റീവ്സ്. ഒരു വർഷം നമ്മൾ 10,000-ലധികം കിലോ അരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ക്യാമ്പസാണ്.
ആൻഡ് വി ഡു ഹാവ് അഗ്രികൾച്ചർ ഇനീഷ്യേറ്റീവ്സ്, ഫ്രൂട്ട് ഗാർഡൻ ആൻഡ് മെനി മോർ. അപ്പോൾ അത്തരത്തിൽ അത് എൻഗേജ് ചെയ്യുമ്പോൾ കുട്ടികൾ ഒരു സെമസ്റ്ററിൽ നിശ്ചിത സമയം അവരതിൽ എൻഗേജ് ചെയ്യുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് സം പ്രാക്ടിക്കൽ ലൈഫ് ഇൻസൈറ്റ്സ്. അത് അവരുടെ ഗ്രോയിങ്ങിന് സഹായിക്കുന്നു. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാപ്പിനെസ് മീൽ എന്ന കൺസെപ്റ്റ്. എവറി ഇയർ my students are feeding more than 25,000 needy people. അത് അവരെന്നെ കളക്ട് ചെയ്ത് അവരെന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു, സ്ട്രീറ്റിലും ഡിസ്ട്രിക്റ്റ് ഹോമിലൊക്കെ. അപ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റി, ഒരു സോഷ്യൽ എൻഗേജ്മെന്റ് അവർക്കുണ്ട്. ഇങ്ങനെ ഒരു ഗ്രോയിങ്ങിനുള്ള നിറയെ ഓപ്പർച്യൂണിറ്റീസ് വി ഡെവലപ്പ് ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് ദേ യൂസ് ഇറ്റ്. അപ്പം ലേൺ ചെയ്യുന്നു, അവർ 3 വർഷം കൊണ്ട് അവർ ഗ്രോ ചെയ്യുന്നു. ഇത് രണ്ടും വരുന്നതോടുകൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് the students will become matured or they'll attain a level of maturity. And നാലാമത്തെ ഒരു സംഗതിയാണ്, ഈ ആക്ടിവിറ്റികളിലൂടെ ഒക്കെ പോകുമ്പോൾ the students might be able to contribute well. എല്ലാ കോൺട്രിബ്യൂഷൻ്റെയും മിനിയേച്ചർ മോഡൽ നമ്മൾ ക്യാമ്പസിൽ ചെയ്യുന്നുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ, കൾച്ചറൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ, ആ അർത്ഥത്തിലൊക്കെ കുട്ടികൾ കോൺട്രിബ്യൂഷൻ്റെ മിനി മോഡൽസൊക്കെ ക്യാമ്പസിലുള്ള സമയത്ത് അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആഗ്രഹം കുട്ടി ലേൺ ചെയ്യുന്നു, അതിലൂടെ വിവിധ തലങ്ങളിൽ ഗ്രോ ചെയ്യുന്നു, എന്നിട്ട് വളരെ മച്യൂർഡായ ഒരു സ്റ്റേറ്റിലെത്തുന്നു. ദെൻ ദേ സ്റ്റാർട്ട് കോൺട്രിബ്യൂട്ടിങ് ടു ദെംസെൽഫ്, ടു ദ ഫാമിലി ആൻഡ് ടു ദ സൊസൈറ്റി. ഈ രീതിയിലുള്ള ഒരു ഫിലോസഫിയിലാണ് ക്യാമ്പസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 80 to 90% ഓഫ് ദ സ്റ്റുഡൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്യും. ദെൻ ദേ വിൽ അറ്റൈൻ ദിസ് LGMC ഫാക്ടർ ഓർ ഇമ്പാക്ട് ഇൻ ദെയർ ലൈഫ്. ഈ ഹാപ്പിനെസ് പ്രൊജക്ട് പറഞ്ഞുകൊണ്ട് എടുത്ത് പറയാം. അപ്പം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ വെൽനെസ്സിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ലൈക്ക് എത്ര മെൻ്റൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആയി പല NGOs സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലത്തെ NGOs ഒക്കെ നമ്മൾ വെൽനെസ്സിനെ പറ്റിയിട്ട് ക്ലാസ്സും കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇവിടെ വന്ന ഹാപ്പിറ്റൽ എന്ന് പറഞ്ഞ സെൻറ്റർ ഞാൻ കണ്ടു. സാറ് പറഞ്ഞ പോലെ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു സാധനമാണ്. എത്രയോ മുന്നേ നമ്മൾ ഈ സോ കോൾഡ് എല്ലാവരും കാണുന്ന ഈ ഓട്ടോണോമസ് അല്ല, അങ്ങനെ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. നോമൻ സാറ് പറഞ്ഞ പോലെ ഇത് ഔട്ട്സൈഡേഴ്സിനും, അതായത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഇവിടെ മീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് എങ്ങനെയാണ് ആ ഒരു ലൈക്ക് പ്രോസസ്സിൽ എത്തിയത്? ലൈക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്ര വർഷം മുന്നേ അതെങ്ങനെയാണ് അതൊരു എന്താ പറയുക, മേ ബി സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ നീലഗിരി കോളേജിൻ്റെ അതിൻ്റെ ഒരു ഐഡിയേഷൻ സ്റ്റേജ് എടുത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ് എടുത്താൽ, നമ്മൾ പലപ്പോഴും നമുക്ക് 2 രീതിയിൽ അപ്രോച്ച് ഉണ്ടാവും. ഒന്ന്, നമുക്ക് വി ക്യാൻ ബീറ്റ് ദി കോളേജസ് ഓർ ദി എൻറ്റിറ്റീസ് വിച്ച് ഇസ് ഹാവിങ് ഇൻ ദി റീജിയണൽ ലെവൽ. അപ്പം ഇവിടെയൊക്കെയുള്ള കോളേജുകളിൽ ഏറ്റവും നല്ല സംവിധാനം കൊണ്ടുവരിക, അത്തരം യൂണീക്കായ ഫെസിലിറ്റീസ് കൊണ്ടുവരിക. സോ വി ക്യാൻ തിങ്ക് ഇൻ ദാറ്റ് ഡയറക്ഷൻ. രണ്ടാമത്തെ, നമ്മൾ ഇവിടെ നോക്കാതെ നമുക്കൊരു ഗ്ലോബൽ എക്സ്പോഷറിൽ നോക്കി എന്താണ് ലോകത്ത് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്, അത്തരം സംഗതികൾ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം. നമ്മൾ സെക്കൻഡാണ് ചൂസ് ചെയ്തത്. നമ്മുടെ പ്രിൻസിപ്പിൾ തന്നെ ഗ്ലോബലി കണക്റ്റഡ് ആൻഡ് ലോക്കലി റൂട്ടഡ് എന്നുള്ളതാണ്. വിൽ ഹാവ് ഓൾ ട്രഡീഷൻസ് അവൈലബിൾ ഇൻ ദ ക്യാമ്പസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി പെനട്രേറ്റഡ് ടു ദി മൈൻഡ് സെറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. അതേസമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വേൾഡ് ലെവലിൽ ഏറ്റവും വൺ ഓഫ് ദ കീ ഡിസ്കഷനാണ്. ഒരുപക്ഷെ നമ്മൾക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ പോലും ഫിൻലാൻഡ് പോലെ, പിന്നെ UAE പോലെ, അതുപോലെ പിന്നെ ന്യൂസിലാൻഡ് പോലെ മെനി കൺട്രീസ് ഹാവ് സ്റ്റാർട്ടഡ് ഇംപ്ലിമെൻറ്റിംഗ് ഹാപ്പിനെസ് മെഷേഴ്സ് ഇൻ ദയർ എഡ്യൂക്കേഷൻ പ്രോസസ്, ഈവൻ ഇൻ ദ സോഷ്യൽ പ്രോസസ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെ വേൾഡിൽ പലയിടത്തും പരീക്ഷിക്കുന്ന ഒരു സംഗതി എന്തുകൊണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് കൊണ്ടുവന്നു, ആ ഒരു കൺസെപ്റ്റിലാണ്. അതുപോലെ UN സ്റ്റാർട്ടഡ് സെലിബ്രേറ്റിംഗ് വേൾഡ് ഹാപ്പിനെസ് ഡേ. അത് കണ്ടപ്പോഴാണ് നമ്മൾ 2018 പിന്നെ വി വിൽ ഓൾസോ എസ്റ്റാബ്ലിഷ് വൺ യുണീക്ക് സെൻറ്റർ ഇൻ ദ ക്യാമ്പസ്. അതിൻ്റെ ഭാഗമാണ് ഓരോ ഘട്ടത്തിലും നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആശയങ്ങളുടെ ഓരോ വെർഷനാണ് ഈ ഹാപ്പിറ്റലൊക്കെ. ഹാപ്പിറ്റൽ എന്ന് പറയുന്നത് വെൽനെസ് ഒരു ആസ്പെക്റ്റാണ് കുട്ടികളുടെയും സ്ഥാപനത്തിലുള്ളവരുടെയും. സോ ബട്ട് ഒരു ക്യാമ്പസിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എപ്പോഴും ഒരു ഗ്ലൂമി സാധനമാണ്. അപ്പോൾ ഹൗ ക്യാൻ വി കൺവേർട്ട് അവർ ഹെൽത്ത് ക്ലിനിക് ടു ഹാപ്പിനെസ് മോഡ്? Then we clubbed hospital and happiness together. Then when they coined a new name, Hapital. അവിടെ ഡോക്ടേഴ്സ് വരുന്നു, കൺസൾട്ട് ചെയ്യുന്നു. നെയ്ബർഹുഡിലും ക്യാമ്പസിലുള്ള കുട്ടികളെ എല്ലാ മാസവും വന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വന്ന് കാണുന്നു, ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുന്നു. സോ ഇറ്റ് ഗോസ് ഓൺ. അവിടെ ഇത്തരത്തിലുള്ള മറ്റ് വെൽനെസ് കൗൺസിലിംഗ്, അതർ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് നടക്കുന്നു. സോ അത് സ്റ്റുഡൻസ് ആ പാർട്ട് ഓഫ് ഇറ്റ്. സത്യത്തിൽ ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഗതി ഈ ട്രൈ ജംഗ്ഷനിലാണ് ഇതുള്ളത് എന്നുള്ളതാണ്. Not even 2, but it is in tri-junction because Karnataka, Tamil Nadu, Kerala equally distanced ആണ്. ഈവൻ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു സോർട്ട് ആഫ്റ്റർ ഡെസ്റ്റിനേഷൻസ് ഇൻ ദീസ് 3 ലൊക്കേഷൻസ് എടുത്താൽ, ഒന്ന് പിന്നെ വയനാട്, കാലിക്കറ്റ്, ദെൻ പിന്നെ ഊട്ടി, ദെൻ മൈസൂർ. ഇതെല്ലാം ഈ ക്യാമ്പസിൽ നിന്ന് 100 കിലോമീറ്റേഴ്സ് റേഡിയസിലാണ്. അപ്പോൾ നമുക്ക് 3 കൾച്ചറിലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ തമിഴ്നാട്ടിലെ ഇവിടുത്തെ ട്രഡീഷനിൽ ഉള്ള മക്കളുണ്ട്, കേരളത്തിൽ നിന്ന് വരുന്നവരുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്നവരുണ്ട്. ആൻഡ് ഓൾ ദീസ് 3 സ്റ്റേറ്റ്സിലുള്ള എക്സ്പാറ്റ് സ്റ്റുഡൻസിൻ്റെ പ്രസൻസ് ഉണ്ട് ഹോസ്റ്റലേഴ്സായിട്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ സമയം ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ മോഡ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ്, ദെൻ മലയാളം, ദെൻ തമിഴ്, അങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പഠിക്കാൻ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ട്രഡീഷനിൽ വരുന്ന ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യത ഇവിടെ ക്യാമ്പസ്. അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസ് എടുത്താലും നമ്മളിവിടെ നടത്തുന്ന പിന്നെ ഡേ സെലിബ്രേഷൻസ് എടുത്താലൊക്കെ we positively inculcate all these three cultures in the campus. എങ്ങനെയുണ്ട് നീലഗിരി കോളേജ് സെക്കൻഡ് ഇയർ ആയില്ല, എന്താ അഭിപ്രായം? പഠിക്കാൻ വേണ്ടി വരുന്നതാണെങ്കിൽ പഠിക്കാൻ പറ്റും, പാസ്സാകാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ, അതായത് ബാക്കി കുട്ടികൾ പറയുന്ന പോലെ തന്നെ വേറെ കോളേജ് പഠിക്കുന്നത്, ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് പഠിക്കുന്നവരുണ്ട്, അവർ ഇവിടെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ഉണ്ടോ? അവരെത്ര അടിച്ചു പൊളിച്ച് നടക്കുന്നത് നമ്മൾ അങ്ങനെ സാധനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയായിട്ടില്ല, നമുക്ക് വേണ്ട പരിപാടികൾ കിട്ടാറുണ്ട്. ഞങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രോഗ്രാംസ് ഇവിടെ നടത്താറുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഠിക്കണമെന്ന് വിചാരിച്ചാൽ പഠിക്കാനും ജയിക്കാനും പറ്റും. ഹാപ്പിനെസ് ലഞ്ച് എല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ട്. മോർ ദാൻ 25,000+ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണ്. സോ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ്, മാനേജ്മെൻറ്റ് എല്ലാവരുടെ വഴിയും കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട് ഓരോ സ്ഥലത്തേക്ക് ലഞ്ച് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഹാപ്പിനെസ് സെൻ്റർ കാര്യങ്ങളുണ്ട്, അവരുടെ കീഴിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അവരൊരു മെയിനായിട്ട് കാണുന്ന ഒരു സാധനം തന്നെ ഹാപ്പിനെസ്. മാഗസീൻ കളക്ഷൻസ് ആണ് ഇതൊക്കെ. കരിയർ കോർണേഴ്സ് സെക്ഷനാണ്. ഇവിടെ UGC നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, LDC, PSC, അതേപോലെ SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു ഇവിടുത്തെ തമിഴ് കളക്ഷൻ. ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഒരു ഏരിയ മുഴുവൻ തമിഴ് ബുക്സും നോവൽസും ആണ്. ഇത് വായിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. എന്താ ഇതേക്കുന്നത്? ന്യൂ അറൈവൽസിൽ ഇതാ വന്നു ഗോഡ് ലൈഫ്. ഇവിടുത്തെ ഡയറക്ടർ റാഷിദ് ഗസാലി എഴുതിയൊരു ബുക്കാണിത്. തിരുക്കുറൽ ആസ്വാദനം, അതായത് തിരുക്കുറലിനെ പറ്റിയിട്ടുള്ള ഒരു ആസ്വാദനം, ഒരു ബുക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷും തമിഴും ഉണ്ട്. അത് ഇവിടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. 2012 ഈ ക്യാമ്പസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2012. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10-11 വർഷത്തിലോ, പക്ഷേ 11 വർഷത്തിനിടയിൽ തന്നെ നാക്കിന് A++ കിട്ടാമെന്നുള്ളതാണ് വലിയ കാര്യം. ഇവിടുത്തെ 30 ഏക്കറിലാണ് ക്യാമ്പസ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഇവർക്ക് ടർഫ് ഉണ്ട്, ജിമ്മുണ്ട്, അവർക്ക് ഒരു ഗാർഡൻ ഉണ്ട്, ഹാപ്പിനെസ് ഗാർഡൻ എന്നൊരു പേരിട്ട്, അങ്ങനെ ഹാപ്പിനെസ് ഗാർഡൻ ഉണ്ട്. പിന്നെ വെൽനെസ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ്. ഇവിടെ ഒരു ഹാപ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹാപ്പിനെസ്സിൻ്റെ ഹോസ്പിറ്റൽ പോലെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ വീക്കിൽ ഒരിക്കലും ഒരു ഡോക്ടർ വരും, സൈക്കോളജിസ്റ്റ് വരും, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ സ്റ്റാഫ് വരുന്നുണ്ടാവും, ഫീമെയിൽ ഡോക്ടർ വരുന്നുണ്ടാവും. ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, പുറത്ത് ഇതിൻ്റെ ക്യാമ്പസിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും കൺസൾട്ടിങ് അവിടെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇവിടെ ഇന്നോവേഷൻ ലാബ്, അവിടെയാണ് റോബോട്ട്സ് ഉള്ളത്. അതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ പോയിന്റ്. നമ്മൾ ഇതൊരു ക്യാമ്പസിൽ പോകുന്ന റോബോട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ റോബോട്ടിനെ കാണിച്ചു തരാം. പിന്നെ ഇവർക്കൊരു പോഡ്കാസ്റ്റിന്റെ ഒരു മിനി സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. അതായത് ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ്, കുട്ടികളുടെ അഭിപ്രായം പറയാൻ, അവർക്ക് കോൺവെർസേഷൻസ്, പാട്ട് പാടാൻ, അതൊക്കെ ചെറിയൊരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് ഉണ്ട്, മിനി സ്റ്റുഡിയോ. നമ്മൾ വന്നപ്പോൾ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. വേറെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ BCA റോബോട്ടിക്സ് എന്നൊരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റി. അപ്പം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ വെച്ചാൽ ഇവിടെ 3 റോബോട്ട്സ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് പഠിക്കാനും പ്രോഗ്രാം ചെയ്യാനായിട്ട് 3 റോബോട്ടുകളുണ്ട് ഇവിടുത്തെ ഇന്നോവേഷൻ ലാബിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഞാൻ ഇന്നോവേഷൻ ലാബിലെ 3 റോബോട്ട്സിനെ കാണിച്ചു തരാം. AI ആൻഡ് റോബോട്ടിക്സിൻ്റെ സെല്ലിൽ വരുന്ന, അവരുടെ അണ്ടറിൽ വരുന്ന ഇന്നോവേഷൻ സെല്ലിലേക്ക് ഞാൻ പോകുന്നു. അവിടെ 3 റോബോട്ടിനെ ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു റോബോട്ടിനെ കാണാൻ പറ്റും. ഐപാൽ എന്ന റോബോട്ടിൻ്റെ പേര്. ഇന്നോവേഷൻ സെല്ലിലെ സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് റോബോട്ടിനെ പരിചയപ്പെട്ടു തരാം. ഹലോ, നൈസ് ടു മീറ്റ് യു. വേറെ എക്സ്പ്രഷൻ മാറ്റും. ഇതിപ്പോൾ ചിരിക്കുന്നുണ്ട്. നമുക്ക് വേറെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. ആ ദേഷ്യപ്പെടുന്ന എക്സ്പ്രഷൻ ഇടും. ഓ എനിക്ക് ഈ റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ കുറച്ച് താല്പര്യം കൂടുതലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു എവിടെ നല്ല കോഴ്സ് ICTൻ്റെ തന്നെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. റോബോട്ട് നമ്മൾ പുറത്തുനിന്ന് കോളേജിലേക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിയണത്. കോളേജിൽ ഇങ്ങനെ റോബോട്ട് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കൂടുതൽ അതിനായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ പരിചയമായതാണ്.
അത് ഇവിടെ 3 റോബോട്ട്സാണ് ഉള്ളത്. ഒന്ന് ആലീസാണ്, അത് കുറച്ച് വലുതാണ്. പിന്നെ 2 ഐപാഡാണ് നമുക്കുള്ളത്. അതിൽ ഒരു ഐപാഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒന്ന് പുറത്ത് മാർക്കറ്റിങ്ങും കാര്യങ്ങളും വേണ്ടി പോയതാണ്. ഇത് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഗസ്റ്റേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റും. ആക്ഷൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഓരോ മോഡുകൾ, അതായത് ഇപ്പോൾ ആംഗ്രി മോഡ്, സ്മൈൽ മോഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിനായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഷെയ്ക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഷെയ്ക്കാൻ തരും. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് പറയുന്നത് അതിൻ്റെ റിപ്ലൈ അത് തരും എന്നുള്ള രീതിയിൽ. പിന്നെ മൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവും. ആ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടുത്തെ സ്റ്റുഡൻസാണ് ഡെവലപ്പ് ചെയ്ത്. ഈ ഗസ്റ്റേഴ്സ് കൊടുക്കുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ മൊബൈലിലാണ് കൺട്രോൾ ചെയ്യുക. ആ കാര്യങ്ങളല്ലാതും ഈ സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ചെയ്താണ്. ഒരുപാടുണ്ട്. വേസ്റ്റ് ബിന്നുണ്ട്, പിന്നെ ഈ കണ്ണ് കാണാത്ത ആൾക്കാർക്കുള്ള വാക്കിംഗ് സ്റ്റിക്സ്. ഇത് ഇപ്പം കണ്ണ് കാണാത്ത ആൾക്കാർക്കുള്ള വാക്കിംഗ് സ്റ്റിക്കാണ്. വെച്ചാൽ ഇപ്പം വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ വാക്കിംഗ് സ്റ്റിക്സ് ഇപ്പം കണ്ണ് കാണാത്ത ആൾക്കാർ നടന്നു പോകുമ്പോൾ കെയിൻ യൂസ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഈ വൃദ്ധരായ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇടങ്ങാറ്. കാരണം ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്ന ആൾക്കാരാണ് വൃദ്ധരായ ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഓണാക്കി വെച്ചാൽ ഇപ്പോൾ അടുത്ത എന്തെങ്കിലും സാധനം വന്നാൽ ഇതിപ്പോൾ കുത്തി വെച്ച് നടക്കുമ്പോൾ അടുത്ത എന്തെങ്കിലും സാധനം വന്നാൽ ഓട്ടോമാറ്റിക് ബസറിലൊരു സൗണ്ട് വെച്ച് നമുക്ക് അയക്കാം. ഇപ്പോൾ എന്താ അയാൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനാണ്, വേറെ സപ്പോർട്ടും ഇല്ലാണ്ട്. ഏതിനും ചെയ്യാം. നമുക്ക് വാക്കിംഗ് സ്റ്റിക്കിലെല്ലാം എന്താ പറയുക, ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും വാക്കിംഗ് സ്റ്റിക്ക്. ഇത് അതുപോലെ തന്നെയുള്ള വേറെ ഇതാണ്. എന്താ പറയുക, ഈ ഹൈറ്റും ലെങ്ത്തും എല്ലാം അളക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഡിജിറ്റൽ മീറ്ററാണ്. ഇപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു സെൻസറാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് മുതൽ നമുക്ക് എന്താ പറയുക ലെങ്ത്ത് അളക്കണമെങ്കിൽ ഇത് ഓണാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ഇതിൽ ഡിജിറ്റലായിട്ട് ഇങ്ങനെ ഇതിൽ കാണിക്കും. അങ്ങനെ ഇന്നോവേഷൻ സെല്ലർ റൂമിൽ നിന്ന് ഇറങ്ങി റോബോട്ടെ കണ്ടാലൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇത് ഇവിടുത്തെ അവർ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ എയർ റോബോട്ടിക്സിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അവരുടെ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ വരുന്ന ഒരു ഇന്നോവേഷൻ സെല്ലാണ്. അവരുടെ സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണത്. ഇങ്ങനെ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ക്യാമറയാണ് നമ്മൾ മെയിൻ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി എക്സാം തുടങ്ങി. ഇപ്പോൾ ഞാൻ പോകുന്നത് സാരംഗി ഓഡിറ്റോറിയം, നീലഗിരി കോളേജ് ആർട്സ് സയൻസിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സാരംഗി ഓഡിറ്റോറിയത്തിൻ്റെ മെയിൻ ഗേറ്റ്. യെസ്, ഇത് ഇവിടുത്തെ മെയിൻ ഹാള്. പ്രോഗ്രാം നടക്കുമ്പോൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഇൻഡോർ കോർട്ടായിട്ട് ഉപയോഗിക്കും. അതാണ് മേളിൽ ബാൽക്കണി ഉണ്ട്. ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതാണ് ഹോസ്റ്റൽ. കാണുന്നതാണ് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹോസ്റ്റൽ. ബോയ്സ് ഹോസ്റ്റലാണല്ലേ പറഞ്ഞത്? ബോയ്സ് ഹോസ്റ്റൽ. ഗേൾസ് ഹോസ്റ്റൽ പുറത്താണ്, ഇത് ബോയ്സ് ഹോസ്റ്റലാണ്. ഇത് ഭാരതിയാർ ബ്ലോക്ക്. നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് മഹാത്മാഗാന്ധി ബ്ലോക്കാണ്. ഭാരതിയാർ ബ്ലോക്കിൻ്റെ ഈ ഒരു സൈഡ് ഹോസ്റ്റലും അപ്പർ സൈഡ് ക്ലാസ്സും. ഇപ്പോൾ എക്സാംസ് നടക്കാണ്, അതിൻ്റെ മുന്നിൽ കൂടെ ഒന്ന് പോത്തരാം. ഉണ്ടോ? ഇതാണ് ഈ സൈഡ് ഹോസ്റ്റൽ. ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ? അവിടെ എക്സാംസ് ആണ്. ഇവിടുത്തെ 2 ബ്ലോക്കാണുള്ളത്, അതിലൊരു ബ്ലോക്ക്. ഇവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഈ സൈഡിലുള്ളത്. നേരെ കാണുന്ന ഗ്രൗണ്ട്, ആ കാണുന്നതാണ് ഗ്രൗണ്ട്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന് ഇറങ്ങിയിട്ട് ഹെലികോപ്റ്ററിൽ. ടർഫ് കണ്ടു. എൻ്റെ ഫാൻസാ. അതുപോലെ ക്രിക്കറ്റിൻ്റെ നെറ്റ് സെറ്റ് ആണ്. ക്രിക്കറ്റ് നെറ്റ്. എന്താണ് ക്രിക്കറ്റ് നെറ്റ്സിനെ പറ്റിയിട്ട് ഷാനുവിൻ്റെ അഭിപ്രായം ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന രീതിയിൽ? അപ്പൊ നീ പറയുന്നത് ഈ കണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് നമുക്ക് ഷോട്ടുകൾ കൂടുതൽ കളിക്കാൻ വേണ്ടിട്ട് ഇതേ ഷോട്ട് ചിലപ്പോൾ നിങ്ങൾ GTA Vice Cityയിലെ കണ്ടിട്ടുണ്ടാവും. ആ ഷോട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതാണ് പൈരി ചേട്ടൻ, ഞങ്ങൾ വന്ന പരിചയപ്പെട്ട സെക്യൂരിറ്റിയാണ്.
പൊതുവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു വളരെ വ്യാപകമായി കാണുന്ന ഒരു ട്രെൻഡാണ് കുട്ടികൾ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോവുക എന്ന് പറയുന്ന ഒരു സംഗതി. പക്ഷേ എൻ്റെ ഒരു ആസ് എ പിന്നെ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു കരിയർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഗതി, നമ്മളെ ഒരു എഡ്യൂക്കേഷനിൽ അൺലെസ് യു ആർ എ സെൽഫ് പേസ്ഡ് ലേണർ, അങ്ങനെ സ്വന്തമായി വളരെ ഫോക്കസ്ഡ് ആയ ഒരു ലേണർ അല്ലെങ്കിൽ ഡിഗ്രി ഇന്ത്യയിൽ എവിടെയെങ്കിലും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഡ്വൈസബിൾ ആയ ഒരു സംഗതി. എന്നിട്ട് അതിൽ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഒരു മാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ, അതും റെപ്യൂട്ടഡ് ആയ യൂണിവേഴ്സിറ്റികളിൽ വിത്ത് സ്കോളർഷിപ്പൊക്കെ പോകാൻ പറ്റാവുന്ന രീതിയിൽ കുട്ടികൾ വളരുക എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഈ മൈഗ്രേറ്റ് ചെയ്തപ്പെട്ട കുട്ടികൾക്ക് ജോലിയില്ലാതെയും കരിയർ ഇല്ലാതെയും പ്രയാസപ്പെടുന്നവരുടെ എണ്ണമായിരിക്കും ഇനി വലിയൊരു ശതമാനം. ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങി ലോൺ പോലും തിരിച്ചടക്കാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുക. ഏതൊരു ഫാഷൻ്റെ പുറത്തോ ഫാൻസിയുടെ പുറത്തോ പോവുകയാണ്. അപ്പോൾ നല്ല സ്ട്രോങ് സബ്ജക്റ്റ് കോംപ്രിഹെൻഷൻ ഉണ്ടാക്കുക, നല്ലൊരു ഒരു എക്സ്പെർട്ടൈസ് നമ്മൾ വിചാരിക്കുന്ന ഓൺ ഡൊമൈനിൽ ഉണ്ടാക്കുക, അതിൽ ഡിഗ്രി കഴിഞ്ഞ് ദെൻ പുറത്ത് പോകണമെന്നുള്ള ഒരാൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലൈസേഷനോ അതിൻ്റെ മാസ്റ്ററിങ്ങിനോ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകാൻ പറ്റാവുന്ന രീതിയിലേക്ക് ശ്രമിക്കുക എന്നുള്ള പ്രധാനം. സാറിൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിലെടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഏജിൽ തന്നെ സാർ ഭയങ്കര വലിയ പൊസിഷനിലെത്തുന്നു, സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് വരുന്നു, സാറ് ലൈക്ക് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നോക്കുമ്പം സാറ് ശരിക്കും ഒരു ഇൻസ്പയറിംഗ് പേഴ്സൺ ആണ് ലൈക്ക് എവരി സ്റ്റുഡൻസ്. ഇപ്പം ഞാൻ പെട്ടെന്ന് വരുമ്പോൾ തന്നെ എനിക്ക് അർഷദ് കുറച്ചൊരു ബ്രീഫിങ് തന്നിരുന്നു സാറിനെ പറ്റി. അപ്പോൾ സാറിൻ്റെ ലൈഫ് കൊണ്ട് സാറ് ഒരുപക്ഷെ സാർ അറിയാതെ തന്നെ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും ഇതിങ്ങനെ വരെ എത്താം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സാറിൻ്റെ ഏജിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലായിരിക്കുമല്ലോ സാർ ഇത്ര ഒരു പ്രശ്നത്തിനുണ്ടാവാം. എന്തുകൊണ്ടാണ് സാറിൻ്റെ ഒരു മോട്ടീവ്, സാർ ഇങ്ങനെ ഒരു ലൈക്ക് ഈ ഒരു ഹൈറ്റിൽ എത്തണം സാർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു? ലൈക്ക് ഹാവ് യു മാനിഫെസ്റ്റഡ് യുവർ ലൈക്ക് വേ? ഓഫ് കോഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ ഒരു യാത്ര എങ്ങനെയാവണം എന്നുള്ളത് നമ്മളാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്ന് പിന്നെ വി ക്യാൻ സെർവ് അതേഴ്സ് ഡ്രീംസ് ആൻഡ് ദ സെക്കൻഡ് തിങ് വി ക്യാൻ റൺ അവർ ഓൺ ഡ്രീംസ്. അപ്പോൾ കുറച്ച് ചലഞ്ചിങ് ആണെങ്കിലും സെക്കൻഡ് വൺ ആണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. നമ്മൾ സ്വപ്നം കാണുക, ആ സ്വപ്നം നമ്മൾ നടപ്പിലാക്കുക. അപ്പം അത് സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഗതി ഒരു ഫ്യൂച്ചർ മേക്കേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, മെൻറ്ററിങ് കൈൻഡ് ഓഫ് ഇനീഷ്യേറ്റീവ്സിലാണ്. അവിടെ നമുക്കൊരു ലോകം മുഴുവൻ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ കൺവെർട്ടത്ത് വരുന്ന അല്ല നമ്മളിലൂടെ കടന്നു പോകുന്ന, നമുക്ക് തൊടാൻ പറ്റുന്ന, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ ഇടയിൽ, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരുന്ന സംരംഭങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഒരു പോസിറ്റീവായ ഒരു തലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതുണ്ടാക്കാൻ ഏറ്റവും നല്ലത് സ്വന്തമായൊരു യാത്ര വഴി വെട്ടി തെളിച്ച് പോകുന്നതാണ് എന്ന തിരിച്ചറിവിലാണ് ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി തുടങ്ങുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ NGO സൈൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പം കുറച്ച് ചലഞ്ചിങ് ആണെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾ അത് കണ്ടെത്തി അതിനെ വിഷ്വലൈസ് ചെയ്ത് അത് മെറ്റീരിയലൈസ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ് ഒരുപക്ഷെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് കയറി വരുമ്പോൾ തന്നെ അബ്ദുൽ കലാമിൻ്റെ പേര് നമ്മൾ ആദ്യം കാണുന്ന ലൈബ്രറിയിൽ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ എനിക്ക് ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ള സാറിൻ്റെ അടുത്ത്, ലൈക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ റോബോട്ടിക്സ് AI വരെ എത്തി, നേരത്തെ 4 വർഷം മുമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ AI പറ്റി കേട്ട് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് ഒരു 2 വർഷം മാക്സിമം ആവുന്നുള്ളൂ നമ്മൾ ഡെസർട്ടേഷനിലും പ്രൊജക്റ്റിലൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ നീലഗിരി കുറച്ച് സ്റ്റെപ്പ് അഹെഡാന്ന് നമുക്ക് പറയാം ആ കാര്യത്തിൽ. ഇനി എന്താണ് നീലഗിരിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? ലൈക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ ഒരു കോളേജ് എന്നുള്ള നിലക്ക് കാണുമ്പം കുറേ നമ്മുടേതായ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ഉണ്ട്. ഇതിങ്ങനെയാണാവുക, ഇത്ര വർഷം കഴിഞ്ഞാലാണ് ഇങ്ങനെയാവുക, അങ്ങനെ കുറേ നമ്മുടേതായ ധാരണകളുണ്ട്. ആ ധാരണകൾ മറികടക്കുക എന്നുള്ളതാണ് നീലഗിരി കോളേജ് കണ്ട ഒരു വഴി. അപ്പോൾ അതിലാണ് വർഷങ്ങൾ കുറേ കഴിഞ്ഞാൽ മാത്രമേ NAAC അക്രഡിറ്റേഷൻ ഉണ്ടാവാൻ പറ്റും. അല്ലെങ്കിൽ ആ അക്രഡിറ്റേഷനിൽ പോവുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റും. ഇത്തരം കൺസെപ്റ്റുകളൊക്കെ കഠിനമായ പരിശ്രമത്തിലൂടെ നമ്മൾ ഫസ്റ്റ് അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് A++ വാങ്ങുന്നു. അതുപോലെ വളരെ കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയിൽ എവർ യങ്ങസ്റ്റ് ഓട്ടോണമസ് കോളേജ് ആയിരിക്കും നീലഗിരി കോളേജ് ആർട്സ് ആൻഡ് സയൻസ് സ്ട്രീമിൽ. അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു കളക്റ്റീവ് എഫേർട്ട് കൊണ്ടാണ്. അതേപോലെയാണ് AI റോബോട്ടിക്സ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു കോഴ്സ് പേരിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആർ വി കീപ്പിംഗ് ജസ്റ്റിസ് ടു ദിസ് ഐഡിയ? അങ്ങനെ വന്നപ്പോഴാണ് ആ സ്റ്റുഡൻസ് ഷുഡ് സീ അറ്റ്ലീസ്റ്റ് റോബോട്ട്സ്. അങ്ങനെ കൊണ്ടുകൊണ്ടാണ് നമ്മൾ 4-5 വർഷം മുമ്പ്
ക്യാമ്പസിൽ റോബോട്ടുകൾ ഇപ്പോൾ ആ റോബോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ റോബോട്ടിക്സിൻ്റെ ടെസ്റ്റും പ്ലാനിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റ് ചെയ്ത സംഗതി കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു ബാച്ച് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ഇൻ്റർവെൻഷൻസ് നടത്താൻ പറ്റും. പക്ഷേ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു എൻഡൊന്നുമല്ല. നമ്മുടെ കണ്ട വലിയ സ്വപ്നത്തിൻ്റെ ഒരു 10-20% നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇതൊരു സ്റ്റാൻഡ് അലോൺ മോഡലായിട്ട് മാറണം. ലിബറൽ ആർട്സിൽ ഒരു വലിയൊരു ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഈ ക്യാമ്പസിനെ മാറ്റണം. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ കോഴ്സുകൾ ഹൈലി അർത്ഥത്തിൽ ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാവണം. നല്ല എക്സെപ്ഷണലി ടാലൻറ്റഡ് ആയ ഒരു കപ്പാസിറ്റിയുള്ള കുട്ടികളെ പുറത്തു വിടാൻ കഴിയണം. ഇങ്ങനെയുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് മേഖലയിൽ വലിയ ഇന്നോവേഷൻസ് ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി കീപ് അവർ സെൽഫ് ഡിസാറ്റിസ്ഫൈഡ് ബിക്കോസ് വി വോണ്ട് ടു ഗ്രോ. അതിലാണ് നമ്മൾ കാണുന്നത്. ഓരോ വർഷവും ഓരോ സമയത്തും ഇത്തരം പുതുമകൾ കൊണ്ടുവന്ന് അതിനെ അപ്ബ്രിങ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലേക്ക് ഇത് മാറണം എന്ന ഡ്രീമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വളരെ ചാലഞ്ച് ഒരു ഗ്ലോബലി കണക്റ്റഡ് ലോക്കലി റൂട്ടഡ് എന്നൊക്കെ പറയുന്ന ആ കൺസെപ്റ്റിൽ പോകണം. അതുകൊണ്ടാണ് നമുക്ക് ഇൻഫോസിസ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഡയറക്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണിത്. ആൻഡ് പ്രീമിയം കമ്പനീസ് ഗൂഗിൾ ഉൾപ്പെടെ നേരിട്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ക്യാമ്പസാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അവന്യൂസ് സാധാരണ ഗ്രാമപ്രദേശത്ത് കാണാൻ കഴിയാത്തത് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയത് ആ ഒരു ലോങ് ടൈം ഒരു വിഷൻ്റെ പുറത്ത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഹാപ്പിറ്റൽ എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആൻഡ് ഹോസ്പിറ്റലിൽ കൂടി ജോയിൻ ചെയ്തിട്ട് റാഷിദ് സാറ് പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റാണ് ഇവരുടെ. വെൽനെസ്സിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഹാപ്പിനെസ്സും ഹോസ്പിറ്റലും കൂടി ജോയിൻ ചെയ്തിട്ട് അങ്ങനെ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇവിടുത്തെ കോഴ്സും കാര്യങ്ങളും ഇപ്പോൾ ഇങ്ങനെ സൈഡിൽ വരും. MA പ്രോഗ്രാംസ് ഉണ്ട്, BSc പ്രോഗ്രാംസ് ഉണ്ട്, BA പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ റിസർച്ച് പ്രോഗ്രാംസ് ഉണ്ട്. സോ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹൈ ലെവൽ എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റിയിൽ ഒരു എഡ്യൂക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നീലഗിരി കോളേജിലേക്ക് വരാമെന്നാണ് ഇവിടുത്തെ ഫെസിലിറ്റി. നിങ്ങൾക്ക് നോക്കിക്കാണാം. നിങ്ങൾക്ക് വന്നിട്ട് ഇവിടുത്തെ ഫെസിലിറ്റിയൊക്കെ നോക്കാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്കുണ്ട്. സോ അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും നിങ്ങൾക്ക് ഇതുപോലെ അഡ്വാൻസ് കോഴ്സുകൾ പഠിക്കാനുള്ള നല്ല ഫെസിലിറ്റിയോടെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നീലഗിരി കോളേജിൽ വന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശ്വസിക്കുന്നു. സോ താങ്ക് യു. ബൈ.